ഒരു വിപുലമായ പരിപാടികളോടെ പ്ലാറ്റിനം ജൂബിലി നടക്കണമെന്ന ഒരു തീരുമാനവും, രണ്ടാമതായി നിരവധി കാലങ്ങളായി നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ നമ്മുടെ വായനശാലയ്ക്ക് ഒരു പുതിയ കെട്ടിടം പണിയാൻ, നമ്മുടെ മാറുന്ന കാലത്തിനനുസരിച്ച് വായനശാലയുടെ സൗകര്യങ്ങളും അതിൻ്റെ കെട്ടിലും മട്ടിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തണം ആയതിനു വേണ്ടി ബഹുമാനപ്പെട്ട MLA-യോ MP-യോ സമീപിച്ച് വരുന്ന ഈ കെട്ടിടത്തിന് വേണ്ടി MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ റെക്കോർഡ് വേഗതയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഇലക്ഷൻ മുമ്പ് പൂർത്തിയാക്കി. അത് വായനശാലയുടെ ഭാരവാഹികൾ കാണിച്ച ഉത്സാഹത്തിന് ഞാൻ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം നൽകി. വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഫണ്ട് അനുവദിക്കണമെന്നുള്ള കാര്യം അവതരിപ്പിച്ചതും അത് വാങ്ങിച്ചതിന് ശേഷം അവരെല്ലാവരും ഒരു ടീമായിട്ട് വളരെ ഭംഗിയായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ചെയ്തത്. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഗ്രാമത്തിൽ, നമ്മുടെ അഭിമാനമായ ഈ ലൈബ്രറിക്ക് സ്വന്തമായി മനോഹരമായൊരു കെട്ടിടം ഉണ്ടാകും. അതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം വരും. കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരും, കൂടുതൽ കുട്ടികൾ വരും, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വരും. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്കുണ്ട്. കുറേ കൂടി ഇനി ലൈബ്രറി നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ പുസ്തകങ്ങൾ നമുക്ക് കുറേ കൂടെ കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കുറേ കൂടെ പുസ്തകങ്ങൾ നമുക്ക് എത്തിച്ച് ഏറ്റവും മികച്ച, ഈ താലൂക്കിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറികൾ ഒന്നാക്കി മാറ്റാൻ ഉള്ള കൂട്ടായ പരിശ്രമം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള ഒരുമ ഈ പ്രദേശത്ത് എല്ലാവർക്കും ഉണ്ട്. ലൈബ്രറിയുടെ ഭാരവാഹികളും ജനപ്രതിനിധികളും എല്ലാവരും ഈ ലൈബ്രറിക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട്.